പ്രതിസന്ധിയും നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് പുതിയ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത്. കരസേനയുടെ ആധുനികവൽക്കരണത്തിനായി വിജയ് എന്ന പേരിൽ കർമ്മ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കരസേനാ മേധാവിയായിരുന്ന ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. രാജ്യത്തിന്റെ 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. രാഷ്ട്രമാദ്യം എന്ന ആദർശത്തോടെ കടമ നിർവഹിക്കുമെന്ന് സൗത്ത് ബ്ലോക്കിൽ ഔദ്യോഗിക വരവേൽപ്പിന് ശേഷം ജനറൽ ധീരജ് സേത്ത് വ്യക്തമാക്കി. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സേനയെ പുതിയ യുദ്ധമുഖങ്ങൾ നേരിടാൻ പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യം. സായുധ സേനയ്ക്കായി പ്രധാനമന്ത്രി ആവിഷ്കരിച്ച മാർഗനിർദ്ദേശം ഉൾക്കൊണ്ട് സേനയുടെ ആധുനികവൽക്കരണത്തിനായി വിജയ് എന്ന പേരിൽ കർമ്മ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. माननीय प्रधानमंत्री जी द्वारा सेनाओं के लिए दिया गया मूल मंत्र जिसका नाम जय यानी कि जॉइंटनेस, आत्मनिर्भरता और इनोवेशन मेरी प्राथमिकताओं जिसका मैंने विवरण किया उस एक्रोनिम विजय की बुनियाद है और हमें पूर्ण रूप से ഹമേഷാ സഫലത ദിലായേഗി. ഏത് വെല്ലുവിളിയും നേരിടാൻ നിലവിൽ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരസേനാ മേധാവിയായിരുന്ന ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. 2028 ഓഗസ്റ്റ് 31 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. 1986 ബാച്ച് ഉദ്യോഗസ്ഥനായ ധീരജ് സേത്ത് നിലവിൽ കരസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ജമ്മു കാശ്മീരിലും വടക്കിഴക്കൻ മേഖലയിലും നിർണായക ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾക്കും ജനറൽ ധീരജ് സേത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.